ഇന്ത്യ, റഷ്യ, ചൈന ഈ കൂട്ടുകെട്ടിൽ ഒരു പുതിയ ലോകക്രമം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം. ലോകത്തിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ പല കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളുടെ ലോകം നേരിട്ട രണ്ട് വലിയ മഹായുദ്ധങ്ങളായിരുന്നു. ആണവ പോർമുലകൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്താൻ തുനിഞ്ഞ ആ മനുഷ്യത്വമില്ലായ്മയായിരുന്നു ലോകം നേരിട്ട ആദ്യത്തെ പ്രതിസന്ധി. അത് രണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി അടുത്ത് വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കോൾഡ് വാറാണ്, ശീതയുദ്ധം. ആ ശീതയുദ്ധം എന്ന് പറയുന്നതിന് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ലോകം രണ്ട് ചേരിയായി വിഭജിക്കപ്പെട്ടു. അവിടെയാണ് ഇന്ത്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട്, ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ചേരിചേരാ നയമൊക്കെ പ്രഖ്യാപിച്ചത്. അത് ഒരു വഴിത്തിരിവായിരുന്നു. അന്നും ഇന്ത്യ ഒരു പ്രത്യേകമായ നായകസ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളതാണ്. ആ നായകത്വത്തിൻ്റെ തുടർച്ച ഇന്നും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോൾഡ് വാർ, അതായത് ശീതയുദ്ധകാലത്ത് ഉണ്ടായ പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളിൽ ഇന്ത്യ റഷ്യയുടെ പക്ഷമോ അമേരിക്കയുടെ പക്ഷമോ പിടിക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു. പക്ഷേ നമ്മളുടെ പരമ്പരാഗത സൗഹൃദത്തിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് റഷ്യ ആയിരുന്നു എന്നുള്ളതാണ്. റഷ്യയ്ക്ക് സാംസ്കാരികമായി പോലും ഇന്ത്യയുമായിട്ട് അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. ബോളിവുഡ് സിനിമകൾക്കൊക്കെ റഷ്യയിൽ സ്വീകാര്യതയുണ്ട് എന്നുള്ളത് നമുക്ക് അധികം പേർക്ക് അറിയാത്ത കാര്യമാണ്. കാരണം കിഷോർ കുമാറിൻ്റെയും മുകേഷിൻ്റെയും ഒക്കെ ഗാനങ്ങൾ റഷ്യയിലും ഈ പറയുന്ന ഇന്നത്തെ യുക്രൈനിലും ഒക്കെ തന്നെ ആളുകൾ വളരെ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടി പാടി നടന്നതായിട്ടുള്ള കഥകൾ ഇപ്പോഴും വരുന്നുണ്ട് എന്നുള്ളതാണ്. പഴയ സിനിമകൾ, നമ്മളുടെ പഴയ നായകന്മാർ, ഹിന്ദി നായകന്മാരുടെയൊക്കെ സിനിമകളൊക്കെ തന്നെ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട നാടുകളാണ് സോവിയറ്റ് നാടുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ സ്വാഭാവികമായ ഒരു ബന്ധം നമുക്ക് ഈ പറയുന്ന റഷ്യയുമായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നെഹ്റുവിൻ്റെ കാലം മുതൽ ഒരു സോഷ്യലിസ്റ്റ് ലൈൻ ഇന്ത്യ പിടിച്ചിരുന്നത് കൊണ്ട് റഷ്യയുമായിട്ട് നമ്മൾ അടുത്തിരുന്നു, എന്നാൽ സോവിയറ്റ് യൂണിയനുമായി അടുത്തിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം എന്തായി ലോകത്ത് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഒരു യൂണിപോളാർ വേൾഡിൽ ഒരു ഏക അച്ചുതണ്ടിലേക്ക് ലോകം ചുരുങ്ങുകയാണ് ചെയ്തത്. അത് അമേരിക്കയായിരുന്നു. എന്നാൽ ആദ്യത്തെ, അതായത് മില്ലേനിയം തുടങ്ങിയപ്പോൾ, പുതിയ നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ, 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം എന്ന് പറയുന്നത് അതിനൊരു വഴിത്തിരിവ് കൊണ്ടുവന്നു. അതിൻ്റെ മധ്യത്തോടുകൂടി ഏതാണ്ട് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നതിന് ശേഷം ഒരു മൾട്ടി പോളാർ വേൾഡിൻ്റെ മാതൃകയിലേക്ക് ലോകം മാറിയെന്നാണ്, ലോകക്രമം മാറി എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പരിവർത്തനങ്ങൾക്ക് ഈ ലോകക്രമം ഇടയായിക്കൊണ്ടിരുന്ന സാഹചര്യം വന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയാണ് ആ ലോകക്രമം വന്നത് എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചൈന എന്ന് പറയുന്ന ഒരു വൻ ശക്തി രൂപപ്പെട്ടു. അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഏക അച്ചുതണ്ടിൽ ഒറ്റ ലോകം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ലോകം എന്ന് പറയുന്നത്, അതിൽ നിന്നു മുമ്പ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വൈരമായിരുന്നെങ്കിൽ പിന്നീട് ഒറ്റയ്ക്ക് ഒരു വൻ ശക്തിയായി നിലനിന്നിരുന്ന അമേരിക്ക പതിയെ വളർന്നു വന്ന ചൈനയെ കണ്ടപ്പോൾ മറ്റൊരു ചേരി രൂപീകരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ ചേരിയുടെ ഒരു സ്വാധീനം നമ്മളുടെ രാജ്യത്തും പ്രതിഫലിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാമല്ലോ, ആണവ കരാറിൻ്റെ കാലമൊക്കെ, അതായത് ഒന്നാം UPA സർക്കാരിൻ്റെ ആണവ കരാർ അമേരിക്കയുമായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇടതുപക്ഷം ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തത്. രണ്ടാം UPA സർക്കാർ പക്ഷേ സ്വതന്ത്രമായി തന്നെ അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായില്ല. പക്ഷേ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന ഒന്നാം UPA സർക്കാരിൻ്റെയും രണ്ടാം UPA സർക്കാരിൻ്റെ തുടർച്ച എന്നോണം അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ചൈനയുമായിട്ടും സൗഹൃദത്തിന് ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് പോയില്ല എങ്കിൽ കൂടിയും നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു ബന്ധമല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾക്ക് ഈ പറയുന്ന റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്നാൽ അമേരിക്കൻ ചേരിയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കുന്ന, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ലോകക്രമത്തിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. അമേരിക്കയുമായി നമ്മൾ പൂർണ്ണമായി ചേർന്നിരുന്നു. ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്തൊക്കെ മോദി സർക്കാരും ട്രംപ് സർക്കാരും ചേർന്നുള്ള വലിയ സൗഹൃദമാണ് കണ്ടിരുന്നത്. 2020 ഗാൽവൻ സംഘർഷം, ചൈനയും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ, അതിർത്തിയിലെ സംഘർഷവും ഒക്കെ തന്നെ ആ അടുപ്പം കൂട്ടി, അമേരിക്കയുമായിട്ടുള്ള അടുപ്പം കൂട്ടുകയും ചൈനയുമായിട്ടുള്ള അകലം വരികയും ചെയ്തു. നമ്മൾ ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകളൊക്കെ നിരോധിച്ചു, അവരുടെ ഒരുപാട് ആപ്പുകൾ നിരോധിച്ചു, അവിടെ നിന്നുള്ള ഇറക്കുമതി കുറച്ചു, വിമാന സർവീസുകൾ റദ്ദാക്കി. അങ്ങനെ വലിയ തോതിൽ ഒരുപാട് അകൽച്ച ഇന്ത്യയും ചൈനയും തമ്മിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പര്യവസാനം എന്ന് പറയുന്നതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് സംഭവിച്ചത്? അതായത് ചൈന പിന്തുണച്ച പാകിസ്ഥാനെ നമ്മൾ നേരിട്ടു, ചൈനയെ നേരിടുന്നതിന് തുല്യമായിരുന്നു അത്. അതുപോലെ തന്നെ തുർക്കിയും
അസർബൈജാനും ഒക്കെ പിന്തുണച്ച ഒരു യുദ്ധമായിരുന്നു അത്. നമ്മളവിടെ ഈ പറയുന്ന 3 രാജ്യങ്ങളെ നേരിട്ടു നമുക്ക് പറയാം. ആരൊക്കെയാണ്? പാകിസ്ഥാൻ, തുർക്കി, ചൈന. ഈ 3 രാജ്യങ്ങളെ നമ്മൾ നേരിട്ടത്. അതായത് നമ്മളുടെ സൈനിക ഉപമേധാവി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാം. അപ്പോഴും നമുക്ക് ചൈനയുമായിട്ട് അടുപ്പില്ല. ചൈനയോട് നമുക്കപ്പോഴും ഒരു ദേഷ്യവുമുണ്ട്. കാരണം ആയുധങ്ങൾ നൽകിയ ചൈനയാണ് പാകിസ്ഥാൻ. പക്ഷേ ഇവിടെ ശരിക്കുള്ള മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. കിർണ ഹിൽസിൽ വലിയ തോതിലുള്ള ആണവ വികിരണ ചോർച്ച ഉണ്ടായതോടുകൂടിയും പല സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചതോടുകൂടിയും അവിടെ അമേരിക്കയ്ക്ക് ചില പ്രശ്നങ്ങൾ വന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിദേശ മാധ്യമങ്ങളടക്കം വിലയിരുത്തുന്നുണ്ട്. അതിന് മേലാണ് ഇന്ത്യയുടെ ആക്രമണം വന്നത് എന്നും പറയപ്പെടുന്നു. അത് മാത്രവുമല്ല, മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്? ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഇത് മാത്രമാണ്. ട്രംപാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു, നമ്മളല്ല എന്ന് പറഞ്ഞു. അതിൽ ശേഷം ട്രംപുമായിട്ടുള്ള ഒരു സംസാരത്തിന് പോലും ഇന്ത്യ തയ്യാറായില്ല. പതിയെ വെനിസ്വേലയോടൊക്കെ ചെയ്തതുപോലെ ഒരു താരിഫ് ഭീഷണി, ചുങ്ക ഭീഷണി ഇന്ത്യയോട് ഉയർത്തി. ഇന്ത്യ അതോടുകൂടി ലോകക്രമത്തിന് വലിയ മാറ്റം വരുന്നു. അത് ട്രംപ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യ വഴങ്ങുമെന്ന് കരുതി. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ അമേരിക്കയുടെ എച്ചിൽ നിന്ന് വളരുന്ന ഒരു നായയോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് കാണിക്കാമെന്ന് വിചാരിച്ചു നടന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്നും ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണെന്നുള്ളതൊക്കെ അമേരിക്ക മറന്നുപോയി. ട്രംപിൻ്റെ ഈ പറയുന്ന കോപം കൊണ്ട് അന്ധനായി പോകുമെന്ന് പറയുന്നത് പോലെ ട്രംപ് ഈ നോബൽ പ്രൈസ് കിട്ടില്ലല്ലോ എന്നുള്ള നൈരാശ്യത്തിൽ ഇന്ത്യ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ആ സമയത്ത് എടുത്ത് ചാടി ചെയ്ത ഒരു തീരുമാനം ഇന്ന് ലോകക്രമത്തിൻ്റെ മാറ്റത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നു. അതായത് വീണ്ടും ഈ പറയുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നതിന് ശേഷം ഒരു ചുരുങ്ങിയ കാലം ഒരു ദശാബ്ദത്തിലേറെ ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക് നിന്നിരുന്നു. അത് പിന്നീട് മാറി വീണ്ടും അമേരിക്കയ്ക്ക് പ്രഭാവത്വമൊക്കെ വന്നെങ്കിലും ആ സാമ്പത്തിക ക്രൈസിസ് കഴിഞ്ഞ് അമേരിക്ക ഒന്ന് ഉയർന്നു വന്നുവെങ്കിലും ഇപ്പോൾ അമേരിക്കയുള്ള വിശ്വാസം ലോകത്തിന് നഷ്ടപ്പെടുകയും ഈ മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുന്ന നിലനിന്നിരുന്ന അവസ്ഥയ്ക്ക് അത് കൂടുതൽ പ്രാമുഖ്യം വരികയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുടിൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ പുടിനും മോദിയും ഷീ ജിൻപിങ്ങും അടങ്ങുന്ന ഒരു പുതിയ കൂട്ടായ്മ, അത് RIC നമുക്ക് നിൽക്കട്ടെ, അതും ശരിയാണ്. വലിയ സങ്കീർണതകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് പറയാൻ കഴിയും. അത് ഗംഭീരമായൊരു കൂട്ടായ്മയാണ്. അതിന് വലിയ കരുത്തുമുണ്ട്. പക്ഷേ അതിലേറെ നമ്മൾ ഇപ്പോഴും പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ലോകനായകത്വത്തിലേക്ക് വരുമെങ്കിലും അതൊരിക്കലും ഒരു ഏക അച്ചുതണ്ടിലുള്ള ഒരു ലോകമായിരിക്കില്ല. അത് ബഹുമുഖം തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെ, അതായത് ചൈന, റഷ്യ, ഇന്ത്യ, അതിനെ തുടർന്നുള്ള ബ്രിക്സിലെ മറ്റ് രാജ്യങ്ങൾ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ ക്രമത്തിൽ ഒരു മൾട്ടി പോളാർ വേൾഡിൽ ഒരു ബഹുമുഖ ലോകം തുറക്കുന്നതിനായിട്ടുള്ള സാധ്യതകൾ എടുത്തു കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് ഇപ്പോൾ നടന്ന ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലെ കൂടിക്കാഴ്ചകൾ. അതിലേറെ പ്രധാനം വഹിക്കുന്നത് പുടിൻ്റെ മോദിയുടെയും കൂടിക്കാഴ്ച തന്നെയാണ്. എങ്ങനെയാണ് പുടിൻ ചൈനയിലേക്ക് എത്തുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ പരിപാടിക്ക് തന്നെയാണെങ്കിലും അതിനെ തുടർന്ന് നടക്കാനിരിക്കുന്ന വിക്ടറി ഡേ പരേഡുണ്ട്. വിക്ടറി ഡേ പരേഡ് എന്ന് പറയുന്നത് 80ാം വാർഷികാഘോഷമാണ്. എന്തിൻ്റെ? 2ാം ലോക മഹായുദ്ധത്തിൽ ഈ ചൈന ജപ്പാന് മേൽ നേടിയ വിജയത്തിൻ്റെ ആഘോഷമാണ്. ഇന്ത്യ അതിൽ പങ്കെടുക്കുന്നില്ല. കാരണം ഇന്ത്യക്ക് പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ജപ്പാൻ എന്നുള്ളത് പറയുന്നത് നമ്മുടെ അടുത്ത മിത്രമാണ്. ആ മിത്രത്തിനെ മേൽ നേടിയ ഒരു വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഈ വിക്ടറി പരേഡ് എന്ന് പറയുന്നത് ഒരു നയതന്ത്ര പരേഡ് കൂടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ലോക നേതാക്കളുടെ ഒരു സംഗമവേദിയായി ടിൻജിയാൻ മാറുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. മംഗോളിയ, ചൈന, റഷ്യ ചേരുന്ന ഒരു ത്രികക്ഷി കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഒരു സൗഹൃദം പുതുക്കൽ കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സെപ്റ്റംബർ 3 ഈ പറയുന്ന ആഘോഷ പരിപാടി നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏറെ കൗതുകത്തോടു കൂടി ലോകം നോക്കുന്ന കാര്യമാണ്. സെപ്റ്റംബർ 3 ഈ നടക്കുന്ന പരിപാടിക്ക് ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 26ഓളം രാജ്യങ്ങളുടെ തലവന്മാരാണ് എത്തുന്നതെന്നാണ്. പുതിന് പുറമെ തുർക്കി പ്രസിഡന്റ് റെയ്ജപ്പ് തയ്യിപ്പ് എർദോഗൻ, ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കൻഷ്കോ, അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോളാസ് പാഷിന്യസ്, കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമർട്ട് ടുഖായേവ്, വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻ ചിൻ തുടങ്ങിയവരും
ടിൻജിയാനിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ശക്തരായിട്ടുള്ള ലോക നേതാക്കൾ അവിടെ എത്തുന്നു, അവിടെ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളെല്ലാം ഒരുക്കുന്നു. അപ്പോൾ അവിടെ ലോക നേതാക്കളുടെ ഒരു കൂടിക്കാഴ്ചയായിട്ട് മാറുന്നുണ്ട്. ചൈനയ്ക്ക് ഇതിനകത്ത് വ്യക്തമായ പദ്ധതികളുണ്ട്. പദ്ധതിയിൽ ഏറെ പ്രധാനമുള്ളത് ഈ പറയുന്ന പോലെ ചൈനയുടെ താല്പര്യങ്ങൾ അമേരിക്കയെക്കാളേറെ ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കും ചില താല്പര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുങ്കത്തിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു വലിയ സൗഹൃദ രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നത് അമേരിക്കയ്ക്ക് എന്നും വെല്ലുവിളി തന്നെയാണ്. അമേരിക്കയുടെ അപ്രമാദത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു കൂട്ടായ്മ കൂടിയായി ഇത് വളരുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ചർച്ചകൾ, ഇന്നലെ അവസാനിച്ച ചർച്ചകളിൽ ഏറെ പ്രസക്തമാകുന്നത് എന്നുള്ളതാണ്. മോദി ഷീ ജിൻ കൂടിക്കാഴ്ചയും പുടിൻ്റെ സാന്നിധ്യവും ടിൻജിയാൻ ഉച്ചകോടിയിലെ 2025 ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള നയതന്ത്ര സംഗമമാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു മൾട്ടി പോളാർ വേൾഡിൻ്റെ, ബഹുമുഖ ലോകത്തിൻ്റെ പുതിയ തലങ്ങൾ, പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ് ലോകത്ത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.